ഉൽപ്പത്തി അധ്യായം 30. യാക്കോബിന് മക്കളെ നൽകുവാൻ തനിക്ക് സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ റാഹേലിന് തൻ്റെ സഹോദരിയോട് അസൂയ തോന്നി. അവൾ യാക്കോബിനോട് പറഞ്ഞു, എനിക്കും മക്കളെ തരിക, അല്ലെങ്കിൽ ഞാൻ മരിക്കും. യാക്കോബ് കോപിച്ച് അവളോട് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ? അവിടുന്നല്ലേ നിനക്ക് സന്താനം നിഷേധിച്ചിരിക്കുന്നത്? അവൾ പറഞ്ഞു, ഇതാ എൻ്റെ പരിചാരികയായ ബിൽഹ, അവളെ പ്രാപിക്കുക. അവളുടെ സന്താനത്തെ അവൾ എൻ്റെ മടിയിൽ വയ്ക്കും. അങ്ങനെ അവളിലൂടെ എനിക്കും മക്കളെ ലഭിക്കും. അവൾ തൻ്റെ പരിചാരിക ബിൽഹായെ അവന് നൽകി. യാക്കോബ് അവളെ പ്രാപിച്ചു. ബിൽഹ ഗർഭം ധരിക്കുകയും യാക്കോബിന് അവളിൽ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു. അപ്പോൾ റാഹേൽ പറഞ്ഞു, ദൈവം എനിക്ക് അനുകൂലമായി വിധിച്ചിരിക്കുന്നു. എൻ്റെ പ്രാർത്ഥന കേട്ട് എനിക്കൊരു പുത്രനെ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അവൾ അവന് ദാൻ എന്ന പേരിട്ടു. റാഹേലിൻ്റെ പരിചാരികയായ ബിൽഹ വീണ്ടും ഗർഭിണിയായി. അവളിൽ യാക്കോബിന് രണ്ടാമതൊരു പുത്രൻ കൂടി ജനിച്ചു. റാഹേൽ പറഞ്ഞു, എൻ്റെ സഹോദരിയുമായി കടുത്ത മത്സരം നടത്തി ഞാൻ ജയിച്ചിരിക്കുന്നു. അവൾ അവനെ നഫ്താലി എന്ന് വിളിച്ചു. തനിക്ക് വീണ്ടും മക്കളുണ്ടാവുന്നില്ല എന്ന് കണ്ട ലയ തൻ്റെ പരിചാരികയായ സിൽഫായെ യാക്കോബിന് നൽകി. ലയായുടെ പരിചാരികയായ സിൽഫായിൽ യാക്കോബിന് ഒരു പുത്രൻ ജനിച്ചു. ഭാഗ്യം എന്നുദ്ഘോഷിച്ചുകൊണ്ട് ലയ അവന് ഗാദ് എന്ന് പേരിട്ടു. ലയായുടെ പരിചാരികയായ സിൽഫായിൽ യാക്കോബിന് വീണ്ടും ഒരു പുത്രൻ ജനിച്ചു. ലയ പറഞ്ഞു, ഞാൻ ഭാഗ്യവതിയാണ്. സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. അതുകൊണ്ട് അവൾ അവന് ആഷേർ എന്ന് പേരിട്ടു. ഗോതമ്പ് കൊയ്യുന്ന കാലത്ത് റൂബൻ വയലിൽ പോയി. അവൻ ദൂതായിപ്പഴം കാണുകയും അവ പറിച്ചുകൊണ്ടുവന്ന് തൻ്റെ അമ്മയായ ലേയായ്ക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ റാഹേൽ ലേയായോട്, നിന്റെ മകൻ കൊണ്ടുവന്ന ദൂതായിപ്പഴം കുറച്ച് എനിക്കും തരിക എന്ന് പറഞ്ഞു. ലേയ കയർത്തു പറഞ്ഞു, എൻ്റെ ഭർത്താവിനെ കൈയടക്കി വച്ചിരിക്കുന്നത് പോരെ, എൻ്റെ മകൻ്റെ ദൂതായിപ്പഴവും നിനക്ക് വേണോ? റാഹേൽ പറഞ്ഞു, നിന്റെ മകൻ്റെ ദൂതായിപ്പഴത്തിന് പ്രതിഫലമായി അദ്ദേഹം ഇന്ന് രാത്രി നിന്റെ കൂടെ ശയിച്ചു കൊള്ളട്ടെ. യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വന്നപ്പോൾ ലയ അവനോട് പറഞ്ഞു, അങ്ങിന്ന് എൻ്റെ അടുത്ത് വരണം. കാരണം എൻ്റെ മകൻ്റെ ദൂതായിപ്പഴം കൊടുത്ത് ഞാൻ അങ്ങയെ വാങ്ങിയിരിക്കുകയാണ്. അവൻ അന്ന് രാത്രി അവളോടുകൂടെ ശയിച്ചു. ദൈവം ലയായുടെ പ്രാർത്ഥന കേട്ടു. അവൾ വീണ്ടും ഗർഭം ധരിച്ച് യാക്കോബിന് അഞ്ചാമതൊരു മകനെ കൂടി നൽകി. എൻ്റെ പരിചാരികയെ ഭർത്താവിന് കൊടുത്തതിന് ദൈവം എനിക്ക് പ്രതിഫലം തന്നു എന്ന് പറഞ്ഞ് അവൾ അവനെ ഇസാക്കർ എന്ന് വിളിച്ചു. ലയ വീണ്ടും ഗർഭിണിയായി. യാക്കോബിന് അവൾ ആറാമത്തെ മകനെ പ്രദാനം ചെയ്തു. ദൈവം എനിക്ക് നല്ല സമ്മാനം തന്നിരിക്കുന്നു. ഇനി ഭർത്താവ് എന്നോടൊത്ത് വസിക്കും. അവന് ഞാൻ 6 മക്കളെ കൊടുത്തിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് അവൾ അവന് സബലൂൺ എന്ന് പേരിട്ടു. അവൾക്ക് ഒരു പുത്രിയും ജനിച്ചു. അവൾ തൻ്റെ പുത്രിയെ ദീന എന്ന് വിളിച്ചു. ദൈവം റാഹേലിനെ സ്മരിച്ചു. അവിടുന്ന് അവളുടെ പ്രാർത്ഥന കേൾക്കുകയും അവളുടെ വന്ധ്യത്വം അവസാനിപ്പിക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. കർത്താവ് എനിക്കൊരു പുത്രനെ കൂടി തരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവന് ജോസഫ് എന്ന് പേരിട്ടു. റാഹേൽ ജോസഫിനെ പ്രസവിച്ചു കഴിഞ്ഞ് യാക്കോബ് ലാബാനോട് പറഞ്ഞു, എന്നെ പറഞ്ഞയക്കുക, ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകട്ടെ. എൻ്റെ ഭാര്യമാരെയും മക്കളെയും എനിക്ക് തരിക. അവർക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങയെ സേവിച്ചത്. ഇനി ഞാൻ പോകട്ടെ. ഞാൻ ചെയ്ത സേവനം അങ്ങേക്കറിയാമല്ലോ. ലാബാൻ മറുപടി പറഞ്ഞു, നിനക്കെന്നോട് താല്പര്യമുണ്ടെങ്കിൽ നീ പോകരുത്. നീ മൂലമാണ്
കർത്താവ് എന്നെ അനുഗ്രഹിച്ചത് എന്നെനിക്കറിയാം. നിനക്കെന്ത് പ്രതിഫലം വേണമെന്ന് പറയുക, അത് ഞാൻ തരാം. യാക്കോബ് അവനോട് പറഞ്ഞു, ഞാൻ എപ്രകാരം അങ്ങയ്ക്ക് വേണ്ടി ജോലി ചെയ്തെന്നും എൻ്റെ മേൽനോട്ടത്തിൽ അങ്ങയുടെ ആടുമാടുകൾ എത്ര പെരുകിയെന്നും അങ്ങയ്ക്കറിയാമല്ലോ. ഞാൻ വരുന്നതിന് മുമ്പ് വളരെ കുറച്ച് ആടുകളെ അങ്ങയ്ക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവ വളരെ പെരുകിയിരിക്കുന്നു. ഞാൻ പോയിടത്തെല്ലാം കർത്താവ് അങ്ങയെ കടാക്ഷിച്ചിരിക്കുന്നു. ഇനി എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്നാണ് ഞാൻ എന്തെങ്കിലും സമ്പാദിക്കുക? ലാബാൻ ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് തരണം? യാക്കോബ് പറഞ്ഞു, അങ്ങ് എനിക്കൊന്നും തരേണ്ട. ഞാൻ പറയുന്ന വ്യവസ്ഥ സ്വീകരിക്കാമെങ്കിൽ ഇനിയും അങ്ങയുടെ ആടുകളെ ഞാൻ മേയിച്ചുകൊള്ളാം. അങ്ങയുടെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് പൊട്ടോ പുള്ളിയോ ഉള്ള ആടുകളെയും കറുത്ത ചെമ്മരിയാടുകളെയും പൊട്ടോ പുള്ളിയോ ഉള്ള കോലാടുകളെയും ഞാൻ വേർതിരിക്കാം. അവ എൻ്റെ പ്രതിഫലമായിരിക്കട്ടെ. മേലിൽ അങ്ങൻ്റെ പ്രതിഫലം പരിശോധിക്കുമ്പോൾ എൻ്റെ വിശ്വസ്തത അങ്ങയ്ക്ക് ബോധ്യമാകും. എൻ്റെ കോലാടുകളിൽ പൊട്ടോ പുള്ളിയോ ഇല്ലാത്തതും ചെമ്മരിയാടുകളിൽ കറുപ്പില്ലാത്തതും കണ്ടാൽ അവ മോഷ്ടിക്കപ്പെട്ടതായി കണക്കാക്കാം. ലാബാൻ പറഞ്ഞു, ശരി, നീ പറഞ്ഞതുപോലെ തന്നെ ആകട്ടെ. അന്ന് തന്നെ ലാബാൻ പൊട്ടോ പുള്ളിയോ ഉള്ള എല്ലാ മുട്ടാടുകളെയും പെണ്ണാടുകളെയും വെളുത്ത മറുകുള്ള എല്ലാ ആടുകളെയും കറുത്ത ചെമ്മരിയാടുകളെയും വേർതിരിച്ച് അവയെ തൻ്റെ പുത്രന്മാരെ ഏൽപ്പിച്ചു. ബാക്കിയുള്ള ആടുകളെ യാക്കോബിനെ ഏൽപ്പിച്ചു. തനിക്കും യാക്കോബിനും മധ്യേ 3 ദിവസത്തെ യാത്രാദൂരം ഏർപ്പെടുത്തുകയും ചെയ്തു. യാക്കോബ് ഇലവിൻ്റെയും ബദാമിൻ്റെയും അഴിഞ്ഞിലിൻ്റെയും പച്ചക്കമ്പുകൾ വെട്ടിയെടുത്ത് അവയിൽ അങ്ങിങ്ങ് വെളുപ്പ് കാണത്തക്ക വിധം തൊലിയുരിഞ്ഞു കളഞ്ഞു. താൻ തൊലിയുരിഞ്ഞു മാറ്റിയ കമ്പുകൾ ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തികളിൽ അവയുടെ മുമ്പിൽ അവൻ കുത്തി നിർത്തി. വെള്ളം കുടിക്കാൻ വരുമ്പോഴാണ് അവ ഇണ ചേരാറുള്ളത്. ആടുകൾ ഈ കമ്പുകളുടെ മുമ്പിൽ ഇണ ചേർന്നു. അവയ്ക്ക് പൊട്ടും പുള്ളിയും വരയുമുള്ള കുട്ടികളുണ്ടായി. യാക്കോബ് ചെമ്മരിയാടുകളെ വേർതിരിച്ച് ലാബാന്റെ കൂട്ടത്തിലെ വരയുള്ളതും കറുത്തതുമായ ആടുകളുടെ നേരെ നിർത്തി. തൻ്റെ കൂട്ടത്തെ ലാബാൻ്റെതിനോട് ചേർക്കാതെ മാറ്റി നിർത്തുകയും ചെയ്തു. കൊഴുത്ത ആടുകൾ ഇണചേരുമ്പോൾ അവൻ ഈ കമ്പുകൾ അവയുടെ കൺമുമ്പിൽ പാത്തികളിൽ വയ്ക്കും. തന്മൂലം കമ്പുകൾക്കിടയിൽ അവ ഇണചേർന്നു. എന്നാൽ മെലിഞ്ഞവ ഇണചേർന്നപ്പോൾ അവൻ കമ്പുകൾ നാട്ടിയില്ല. അങ്ങനെ മെലിഞ്ഞവ ലാബാൻ്റേതും കരുത്തുള്ളവ യാക്കോബിൻ്റേതുമായി. ഇപ്രകാരം യാക്കോബ് വലിയ സമ്പന്നനായി. അവന് ധാരാളം ആടുകളും ദാസീദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടായി. Chapter 30. When Rachel saw that she failed to bear children to Jacob, she became envious of her sister. She said to Jacob, "Give me children, or I shall die." In anger, Jacob retorted, "Can I take the place of God, who has denied you the fruit of the womb?" She replied, "Here is my maidservant Bilhah. Have intercourse with her, and let her give birth on my knees, so that I too may have offspring, at least through her." So she gave him her maidservant Bilhah as a consort, and Jacob had intercourse with her. When Bilhah conceived and bore a son, Rachel said, "God has vindicated me. Indeed, he has heeded my plea and given me a son." Therefore she named him Dan. Rachel's maidservant Bilhah conceived again and bore a second son, and Rachel said, "I engaged in a fateful struggle with my sister, and I prevailed." So she named him Naphtali. When Leah saw that she had ceased to bear children, she gave her maidservant Zilpah to Jacob as a consort. So Jacob had intercourse with Zilpah, and she conceived and bore a son. Leah then said, "What good luck!" So she named him Gad. Then Leah's maidservant Zilpah bore a second son to Jacob, and Leah said, "What good fortune!" meaning, "Women call me fortunate." So she named him Asher. One day during the wheat harvest, when Reuben was out in the field, he came upon some mandrakes, which he brought home to his mother Leah. Rachel asked Leah, "Please let me have some of your son's mandrakes." Leah replied,
Was it not enough for you to take away my husband, that you must now take my son's mandrakes too? Very well, then. Rachel answered, In exchange for your son's mandrakes, Jacob may lie with you tonight. That evening, when Jacob came home from the fields, Leah went out to meet him. You are now to come in with me, she told him, because I have paid for you with my son's mandrakes. So that night he slept with her, and God heard her prayer. She conceived and bore a fifth son to Jacob. Leah then said, God has given me my reward for having let my husband have my maidservant, so she named him Issachar. Leah conceived again and bore a sixth son to Jacob, and she said, God has brought me a precious gift. This time my husband will offer me presents, now that I have borne him 6 sons. So she named him Zebulun. Finally she gave birth to a daughter, and she named her Dinah. Then God remembered Rachel. He heard her prayer and made her fruitful. She conceived and bore a son, and she said, God has removed my disgrace. So she named him Joseph, meaning, May the Lord add another son to this one for me. After Rachel gave birth to Joseph, Jacob said to Laban, Give me leave to go to my homeland. Let me have my wives for whom I served you, and my children too, that I may depart. You know very well the service that I have rendered you. Laban answered him, If you will, please. I have learned through divination that it is because of you that God has blessed me. So he continued, State what wages you want from me, and I will pay them. Jacob replied, You know what work I did for you, and how well your livestock fared under my care. The little you had before I came has grown into very much, since the Lord's blessings came upon you in my company. Therefore I should now do something for my own household as well. What should I pay you? Laban asked. Jacob answered, You do not have to pay me anything outright. I will again pasture and tend your flock, if you do this one thing for me. Go through your whole flock today, and remove from it every dark animal among the sheep, and every spotted or speckled one among the goats. Only such animals shall be my wages. In the future, whenever you check on these wages of mine, let my honesty testify against me. Any animal in my possession that is not a speckled or spotted goat or a dark sheep, got there by theft. Very well, agreed Laban. Let it be as you say. That same day Laban removed the streaked and spotted he-goats and all the speckled and spotted she-goats, all those with some white on them, as well as the fully dark-colored sheep. These he left in charge of his sons. Then he put a 3 days' journey between himself and Jacob, while Jacob continued to pasture the rest of Laban's flock. Jacob, however, got some fresh shoots of poplar, almond, and plane trees, and he made white stripes in them by peeling off the bark down to the white core of the shoots. The rods that he had thus peeled he then set upright in the watering troughs, so that they would be in front of the animals that drank from the troughs. When the animals were in heat as they came to drink, the goats mated by the rods, and so they brought forth streaked, speckled, and spotted kids. The sheep, on the other hand, Jacob kept apart, and he set these animals to face the streaked or fully dark-colored animals of Laban. Thus he produced special flocks of his own, which he did not put with Laban's flock. Moreover, whenever the hardier animals were in heat, Jacob would set the rods in the troughs in full view of these animals, so that they mated by the rods. But with the weaker animals he would not put the rods there. So the feeble animals would go to Laban, but the sturdy ones to Jacob. Thus the man grew increasingly prosperous, and he came to own not only large flocks, but also male and female servants and camels and asses.